Hi friends, welcome back to my channel Aysha's World. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് പാകിസ്ഥാനി റെസ്റ്റോറൻറ്റ് സ്റ്റൈൽ ബീഫ് മസാലയാണ്. അപ്പോൾ നമുക്ക് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. $750 ബീഫ്, ഒരു ചെറിയ ടൊമാറ്റോ, 5 ഗാർലിക് പീസ്, 2 ഗ്രീൻ ചില്ലി അരിഞ്ഞെടുത്തത്, ഒരു സ്മോൾ ഒനിയൻ. ഇനി നമുക്ക് ഈ ബീഫിലേക്ക് ഒനിയൻ ഇട്ട് കൊടുക്കാം. ടൊമാറ്റോ, മുളക്, ഗാർലിക്, കൊറിയാൻഡർ പൗഡർ 1 ടീസ്പൂൺ, മഞ്ഞൾപ്പൊടി 1/4 ടീസ്പൂൺ, കാശ്മീരി ചില്ലി 1 ടീസ്പൂൺ, സാൾട്ട് 1/2 ടീസ്പൂൺ, വാട്ടർ 1/2 കപ്പ്. എന്നിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇത് നമുക്ക് അടച്ചു വെച്ചിട്ട് ഇനി നമുക്കിത് 12 മിനിറ്റ് ഒന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ 12 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമ്മൾ കുക്കർ തുറന്നിട്ടുണ്ട്. അപ്പോൾ ഞാനിവിടെ ഒരു പാൻ എടുത്തിട്ടുണ്ട്. അതിലേക്ക് 2 ടേബിൾ സ്പൂൺ ഗീ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മളെ ഗീ മെൽറ്റ് ആയിട്ടുണ്ട്. ഇതിലേക്ക് ഒനിയന്, ഒരു സ്മോൾ ഒനിയൻ ചോപ്പ് ചെയ്തത് ഇട്ട് കൊടുക്കാം. അപ്പോൾ 2 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇതിലേക്ക് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് 1 ടേബിൾ സ്പൂൺ ആഡ് ചെയ്ത് കൊടുക്കാം. ഒരു ടൊമാറ്റോ ചെറുതായി അരിഞ്ഞെടുത്തത് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ 2 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇതിലേക്ക് ടർമറിക് പൗഡർ 1/4 ടീസ്പൂൺ, ചില്ലി പൗഡർ 1/2 ടീസ്പൂൺ, കൊറിയാൻഡർ പൗഡർ 1/2 ടീസ്പൂൺ, വലിയ ജീരകം 1/4 ടീസ്പൂൺ, കാൽ ടീസ്പൂൺ സാൾട്ട്, വെള്ളമില്ലാതെ വേവിച്ചച്ച ബീഫ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഈ ബീഫിൻ്റെ വെള്ളം നമുക്ക് പിന്നീട് ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഇനി നമുക്കിത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. രണ്ട് ഗ്രീൻ ചില്ലി അരിഞ്ഞെടുത്തത്, ഇനി നമുക്ക് ബീഫിൻ്റെ ഗ്രേവി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം.
പെപ്പർ പൗഡർ 1/2 ടീസ്പൂൺ. എന്നിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. വെള്ളം കുറച്ച് വറ്റിയതിന് ശേഷം ഇതൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. അപ്പോൾ നമ്മൾ പാകിസ്ഥാനി റെസ്റ്റോറൻറ്റ് സ്റ്റൈൽ ബീഫ് മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും വീട്ടിലുണ്ടാക്കി നോക്കണം. എന്നാലും ടേസ്റ്റി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ്. അപ്പോൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തതുകൊണ്ട് സബ്സ്ക്രൈബ് ചെയ്യാൻ അടുത്തുള്ള ബെല്ലൈക്കൺ പ്രസ് ചെയ്യണം. ഞാൻ ഇടുന്ന എല്ലാ വീഡിയോ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കും. ലൈക്കും ഷെയറും മറക്കാതെ ചെയ്യണം. താങ്ക് യു.